അപ്പം നമ്മൾ ഈ കാണുന്ന മഞ്ഞപ്പൂക്കളെല്ലാം ഡാഫോഡിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ സ്പ്രിംഗ് സീസണിലാണ് മിക്കപ്പോഴും പൂക്കാറ്. എവിടെ നോക്കിയാലും ഏത് വീടുകളിൽ നോക്കിയാലും ഒക്കെ ഈ ഡാഫോഡിൽസ് ആയിരിക്കും മിക്കപ്പോഴും വെക്കാറ്. പിന്നെ ബാക്കിയെല്ലാം പലതരമായ ലോക്കൽ ഫ്ലവേഴ്സാണ്. അപ്പം നമ്മുടെ റോഡിലിങ്ങനെ ഫ്ലവർ ഷോ പോലെ ഇങ്ങനെ കണ്ടതുകൊണ്ട് നമ്മൾ ഇറങ്ങി നോക്കിയതാട്ടോ. അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പോൾ ആ സൈഡിൽ ഇരിക്കുന്നത് ലാവൻഡറാണ്. മിക്കപ്പോഴും വിൻ്റർ തുടങ്ങാറാവുന്നവരെ തുടങ്ങിക്കഴിഞ്ഞും കുറച്ച് നാളത്തേക്ക് വരെ ലാവൻഡർ നിൽക്കും കേട്ടോ. സ്ട്രോബെറി ഇരിപ്പുണ്ട്. സ്ട്രോബെറി, പൊട്ടറ്റോ, തക്കാളി ഇതുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിലും ഫ്രൂട്ടായിട്ടില്ല. അപ്പം കിളിപ്പായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി ചട്ടി മാറ്റി വെക്കണം, വലിയ ചട്ടിയിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ. ഇതൊക്കെ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി. പിന്നെ ഇത് മുളകാണ്. മുളക്. ഇത് വേറൊരു ഇനം തക്കാളി, പ്ലം ടൊമാറ്റോ എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള തക്കാളികൾ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് ഇതായിട്ട് പിന്നെ സ്ട്രോബെറിയുടെ ഓരോ ഇതും അവർ മാറ്റി വെച്ചു. പിന്നെ ഇതെന്താണ്, ഇതെന്തോ ഫ്ലവറിങ് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ബെറീസ് ഉണ്ട് ഇവിടെ. ബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക്ബെറിയും ബ്ലൂബെറിയാണ്. ഇത് ഒലിവ്. പിന്നെ ഓറഞ്ച് മരം. ഇത് മിനി ഓറഞ്ച് ട്രീയാ കേട്ടോ. ഇത് നാരങ്ങ. ഇത് നാരങ്ങയാണ്. നാരങ്ങയ്ക്കാണ് ഇങ്ങനെ മുട്ട് വരുന്നത്, വെള്ള മുട്ട്. ഓറഞ്ചും പാം ട്രീ ആണ്. എന്തൊക്കെയോ തരം ചെടികളാണ്. ഓർക്കിഡ്, ട്യൂലിപ്സ്. ഇത് വന്നിട്ട് നമ്മുടെ അത്തി ചെടിയാണ്. നമുക്ക് വാങ്ങിക്കാനുള്ള മണ്ണും അവരതുപോലെ തന്നെ ഇവിടെ പാരറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മണ്ണ് ഇവിടുന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി നിലത്ത് നമുക്ക് നടാൻ പറ്റും. നമ്മുടെ പുതിയ അതിഥി